നമസ്കാരം, എൻ്റെ പേര് അഖിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകണം ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ മനസ്സിനകത്ത് ഒരു 4 നെഗറ്റീവ് കാര്യങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നേ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വലിയൊരു എമൗണ്ടിന്റെ ആവശ്യമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. രണ്ടാമതൊരു സംശയം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നത് സോളാർ പ്ലാന്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബാറ്ററിയെ കുറിച്ചിട്ടാണ്. അതായത് ബാറ്ററിക്ക് വേണ്ടിയിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആദ്യം തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ ഒരു 4-5 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും അതുപോലൊരു ഇൻവെസ്റ്റ്മെന്റ് ബാറ്ററിയിലേക്ക് ചെയ്യേണ്ടി വരും. കാരണം ലൈഫ് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ബാറ്ററിയുടെ റേറ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതൊരു ഡൗട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയുന്നത്, മഴക്കാലത്ത് സോളാറിൽ നിന്നും വൈദ്യുതി ലഭിക്കില്ല എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കാം. ഈ ഒരു ഗ്രാഫ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വൈദ്യുതി നമുക്ക് സോളാറിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എപ്പോഴാണെന്നുള്ളത്. നവംബർ മുതൽ ഫെബ്രുവരി മാസം എന്നൊക്കെ പറയുന്നത് ഒരു വിന്റർ സീസണാണ്, ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ്, ഒരു കാലാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ വൈദ്യുതി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം മാർച്ച്, ഏപ്രിൽ, മെയ് എന്നൊക്കെ പറയുന്നത് ചൂട് കാലമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈദ്യുതി കുറച്ചുമാണ് കിട്ടിയേക്കുന്നത്. എന്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വിന്റർ സീസണെ വെച്ച് നോക്കുമ്പോൾ കുറച്ചാണ് വൈദ്യുതി ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് മഴക്കാലത്ത് സോളാറിൽ നിന്നും പവറൊന്നും കിട്ടത്തില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ ലാഭമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു മഴക്കാലം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് ജൂൺ മുതൽ ഒരു സെപ്റ്റംബർ മാസം വരെയൊക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഏറ്റവും കൂടുതൽ വൈദ്യുതി കുറച്ച് ലഭിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ മാസമാണ്. എന്നാൽ ജൂൺ ജൂലൈ മാസവും മഴക്കാലമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അത്രയും കുറവ് ലഭിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജൂൺ ജൂലൈ മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴക്കാറുകളുള്ളത്. അതായത് മേഘം ഇരുണ്ട് കിടക്കുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വൈദ്യുതി കുറച്ച് കിട്ടും. അതായത് മഴക്കാലമല്ല നമുക്ക് പ്രശ്നം, മേഘങ്ങൾ ഇരുണ്ട് കിടന്നു കഴിഞ്ഞാൽ, അതായത് സൺലൈറ്റ് താഴേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സോളാറിൽ നിന്നും വൈദ്യുതി ലഭിക്കില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. എന്തുകൊണ്ട് മഴക്കാറുള്ള സമയത്ത് നമുക്ക് വൈദ്യുതി കുറയുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതായത് ഈ വിന്റർ സീസണായ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു മാസങ്ങളിൽ എന്തുകൊണ്ട് വൈദ്യുതി കൂടുതൽ ലഭിക്കുന്നു? അതായത് നമുക്കിപ്പം ചൂടുള്ള സമയങ്ങളിൽ വൈദ്യുതി കുറവും വിന്റർ സീസണിൽ കൂടുതലും. അപ്പം അങ്ങനെ 2 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് സോളാറിൽ നിന്നും എങ്ങനെയാണ് പവർ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പവർ ജനറേറ്റ് ആകുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൻ്റെ തിയറിക്കലി നമ്മൾ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയൂ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, അവർ ഇത്തരം ഡൗട്ടുകൾ വല്ലതും ചോദിക്കുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കണും എനേബിൾ ചെയ്യും.